കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. കുറച്ച് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. എന്റെ അമ്മേ, അടുക്കാൻ പറ്റാത്ത സാധനം അത്. സ്വന്തമായി കസാരയുള്ള മാൻ. മാൻ സ്വന്തമായി കസാരയുള്ള ചെയർമാൻ. ശ്രീലതമേം പഠിച്ചു. ആരും യാത്ര ചെയ്യാത്ത ബസ്. വേഗം വേഗം പറയണം. ആരും യാത്ര ചെയ്യാത്ത ബസ്. സിലബസ്. അപ്പൊ ശ്രീലത മാഡത്തിനെ ഞാൻ മ്യൂട്ട് ചെയ്യട്ടെ. എല്ലാ ആൻസറും പറയാൻ പാടില്ല. ആരും യാത്ര ചെയ്യാത്ത ബസ്. സിലബസ്. ആ. ആരും കൂട്ടാത്ത കറി. കൂട്ടുകറി. കൽക്കരി. കൽക്കരി പഴയ ട്രെയിനിലൊക്കെ ഇടില്ലേ കൽക്കരി? അതല്ല, അത് കരിയല്ല. അത് കളിക്കരിയല്ലേ? കേട്ടില്ല. ശ്രീലത മാഡം എന്താ പറഞ്ഞ? ക്രോക്കറി. ആ, ക്രോക്കറി. ക്രോക്കറി. ആ. കാലില്ലാത്ത കൊട. പറഞ്ഞേ ഒരു ചോദ്യം ഞാൻ മാഡത്തിനോട് ചോദിക്കാം. ആ, ചോദിച്ചോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കാം. ഞാൻ ചുമ്മാ ചോദിക്കുക. കാലില്ലാത്ത കൊട. കാലില്ലാത്ത കുട. ആർക്കെങ്കിലും അറിയോ? കാലില്ലാത്ത കുട. ഇരിങ്ങാലക്കുട. പിന്നെ ശ്രീലത മാം എന്താ പറഞ്ഞ? കാക്കോട എന്ന് പറയുന്ന കുട ഞങ്ങളിവിടെ കാക്കോട എന്ന് പറയുന്നത് നമ്മൾ ഈ പനയോല വെച്ചിട്ട് തലയിൽ വെക്കുന്ന കുടയില്ലേ? ശരി. ആ, അതിന് കാലില്ലാന്ന്. ശരി. ഇരിങ്ങാലക്കുട. അതിനെന്താ പറയാ? കാലില്ലാത്ത കൊട. പനയോല തലയിൽ നമ്മൾ തൊപ്പി പോലെ വെക്കുന്ന കുടയില്ലേ? പനയോല. അത് മനയോലക്കുടയല്ലേ? കാക്കോട എന്ന് ഇവിടെ പറയണത്. ഇത് ചോദിച്ചോ. ഓരോരുത്തരും ചോദിക്കേ. മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം. ഗർഭപാത്രം. എല്ലാവരും ബഹുമാനിക്കുന്ന തല. തലസ്ഥാനം. അല്ല. ത്രിതല. ത്രിതല അല്ല. എല്ലാവരും ബഹുമാനിക്കുന്ന തല. മിനി, ബീന, ശ്രീജ. ശ്രീജ മിണ്ടാതിരിക്കുന്ന എന്താ? ഹെഡ് മാസ്റ്റർ. അല്ല അല്ല. ചുമതല. ചുമതല. ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ചാൽ മറക്കുന്നതുമായ വസ്തു എന്താണ്? ജനിക്കാത്തതും ജനിച്ചാൽ മറക്കുന്നതുമായ വസ്തു. ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ചാൽ മറക്കുന്നതുമായ വസ്തു എന്താണ്? മരിക്കാത്തതും മരിക്കുമ്പോൾ ജനിക്കാത്തതും. ശരീരല്ലേ? ശരീരം. അല്ല. ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ചാൽ മറക്കുന്നതുമായ വസ്തു. തോറ്റ. അയ്യോ, കേട്ടിട്ടുണ്ടായിരുന്നു. ചുണ്ട്. പല്ല് ജനിക്കുമ്പോ ഉണ്ടാവില്ല. ജനിച്ചു മൂടും. ശരിയാ. എന്ത് പല്ലോ? പെട്ടെന്നുള്ളോന്ന് ചോദിക്കാം. ഞെട്ടില്ല വട്ടയില. ചുണ്ട്. കുട്ടികളിലെ അതെങ്ങനെയാ ചുണ്ട്? അതെനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. പല്ല് ജനിക്കുന്നുണ്ടാവില്ല. പല്ല് ജനിച്ചു കഴിയുമ്പോ ചുണ്ട് മൂടി പോവും. പല്ല് കാണില്ല. ജനിക്കുമ്പോ പല്ല് മുളച്ചവരുണ്ട്. പറഞ്ഞതല്ലേ പാൽപ്പല്ല് എന്നൊക്കെ പറയുന്നത്. എങ്ങനെയായാലും ചുണ്ട് മൂടി വയ്ക്കുക. പല്ല് പുറത്തേക്ക് കാണില്ലല്ലോ. അങ്ങനെ. അടപ്പില്ല. വേറൊരു ആൻസർ കൂടി ഉണ്ട്. ജനിക്കുമ്പോൾ ഇതൊരു കഥയാണ്. അങ്ങനെ വരും.
പിന്നെ അരുകാലി മൃഗത്തിന്റെ അഭയസ്ഥാനം ഏതാണ്? ഏതിന്റെ? അരുകാലി മൃഗത്തിന്റെ അഭയസ്ഥാനം. കടങ്കഥയായി പോയില്ലേ എല്ലാവരും. ഇരുകാലി മൃഗത്തിന്റെ അരുകാലി എന്താ പറഞ്ഞ? അരുകാലി മൃഗത്തിന്റെ അഭയസ്ഥാനം. അറുകാലി പറഞ്ഞ എന്താ? അറവ് മൃഗം. എട്ടുകാലി അല്ല. അരുകാലി മൃഗത്തിന്റെ പേനിന്റെ അഭയസ്ഥാനം തല. പേനാണ് അരുകാലി മൃഗം എന്ന് പറഞ്ഞത്. തല അഭയസ്ഥാനം. അത് ശരിയാ. പേൻ തലയിലിരിക്കണത്. ലോകത്തിലെ ഏറ്റവും മോശമായ കൃതി. മോശമായ കൃതി. കൃതിയാ? വികൃതി. കൃതിയാ? സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത്. അതൊക്കെ ഈസിയാണല്ലേ. ബുദ്ധിമുട്ടുള്ളത് ചോദിക്കണായിരുന്നു. ഒരിക്കലും പ്രസവിക്കാത്ത ആട്. എനിക്കില്ലല്ലോ. ഏഷ്യാഡ്. കുട്ടനാട് 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 അതാണ് ശരി. എല്ലാ നാടും വരില്ല. കുട്ടനാട് ചുമരിന് പുറത്തുള്ള വസ്തുക്കളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര്. കൊച്ചുപിള്ളേർ ചോദിക്കുന്നു, നമ്മള് വയസ്സായവരും. ചുമരിന് പുറത്തുള്ള വസ്തുക്കളെ കേട്ടില്ല. ചുമരിന് പുറത്തുള്ള വസ്തുക്കളെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? ആരോട് സംസാരിക്കണോടാ? ഭയങ്കര കേട്ടില്ലേ? എല്ലാവരും ചെയ്യണേ, അതല്ല ഒച്ച കേട്ടോ. ആരോ വർത്താനം പറഞ്ഞ കേക്കണതാണ്. പറഞ്ഞ മഴ. ജനലിന് പുറത്തുള്ള വസ്തുക്കളെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? കണ്ണ്. കണ്ണ് ഉപകരണാണോ? അത് നന്നായിട്ട്. അതും കുഴപ്പമില്ല, ഉപകരണമാക്കാം. ജനൽ. ഞാൻ എന്താ ചോദ്യം ചോദിച്ചാൽ അത് മറന്നില്ല. ചുമരിന് പുറത്തുള്ള വസ്തുക്കളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം ജനൽ. ഞാൻ പറഞ്ഞു ജനലിന്ന്. പറഞ്ഞൂല്ലേ? ജനലിന്റെ പുറത്തുള്ളത് ചോദിച്ച. ഞാൻ പറഞ്ഞു മേഡം ജനല്. വീടിന് പുറത്തുള്ള, ജനലിന് പുറത്തുള്ളതല്ല. അതന്നെ, അത് തെറ്റിപ്പോയി പറഞ്ഞത്. അവിടെ ഞാൻ കണ്ണു പറഞ്ഞ. ആരും ആഗ്രഹിക്കാത്ത ജയം. പരാജയം. പരാജയം. Yes. വഴുവഴുപ്പുള്ള രാജ്യം. വഴുവഴുപ്പുള്ള രാജ്യം. എല്ലാ രാജ്യത്തിനും പേര് കിട്ടിയില്ലല്ലോ പറയാൻ പറ്റുള്ളത്. അത് കേട്ടിട്ടുണ്ടാവും. അല്ല, ശരിക്കും രാജ്യത്തിന്റെ പേരാണ് വഴുവഴുപ്പുള്ള രാജ്യം. ശ്രീലത മാം ആരോട് ചോദിക്കുന്നുണ്ട്? വഴുതക്കാട്. അത് ശരിയാവുമെന്ന് എനിക്കറിയില്ല. വഴുതക്കാട്. വേറൊരെണ്ണുണ്ട്. ഏതാത്? സ്ഥലാണ് ഞാൻ രാജ്യം ഉണ്ടല്ലോ എന്നാ ഞാൻ പറഞ്ഞു. രാജ്യം. രാജ്യം പറഞ്ഞാൽ ഉണ്ട്. രാജ്യമുണ്ട്. വഴുവഴുപ്പുള്ള ഒരു രാജ്യം. വഴുവഴുപ്പുള്ള രാജ്യം ഗ്രീസ്. അടുത്തത് രസാണ്. ഏറ്റവും വലിയ പോക്കറ്റ് അടിക്കാരൻ. വിജിത് പറഞ്ഞു. പറയാ, നിങ്ങൾ പറയേ. ഏറ്റവും വലിയ പോക്കറ്റ് അടിക്കാരൻ. തയ്യൽക്കാരൻ. അതല്ല.
റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ. ആ എനിക്കറിയാം. ആ പറ. ബാക്കിയുള്ളവർ പറയാം. റേഷൻ എന്താണ്? കടയിൽ കിട്ടാത്ത റേഷൻ. ജനറേഷൻ ജനറേഷൻ ജനറേഷൻ. ജനറേഷൻ അല്ല. അതെ, മോഡറേഷൻ. ജനറേഷൻ. അതൊക്കെ പറഞ്ഞേ. മോഡറേഷൻ ആവാൻ ജനറേഷൻ ആവാൻ രണ്ടും ശരിയാണ്. മോഡറേഷൻ. ഏറ്റവും ചെറിയ ഡ്രൈവർ ഏതാണ്? സ്ക്രൂ ഡ്രൈവർ. സ്ക്രൂ ഡ്രൈവർ. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന അക്ഷരം. എൽ. എൻ. അതെങ്ങനെയാ? എൽ. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന അക്ഷരം. ഓ ആയിരിക്കും. ഓ. അതെങ്ങനെയാ? ഓ, ക്യൂ. ക്യൂ. യു. ക്യൂ ആണ്. ആ, ക്യൂ ആണ്. കാണാൻ പറ്റാത്ത നാവ്. ഏതാ? കാണാൻ പറ്റാത്ത നാവ്. കിനാവ്. കിനാവ്. അത് കാണാലോ. അത് കാണാൻ പറ്റൂലോ അല്ലെ? കാണാൻ പറ്റാത്ത നാവ്. കാണില്ലല്ലോ, നമ്മ മനസ്സുകൊണ്ടല്ലേ കാണുന്നുള്ളൂ. പറഞ്ഞല്ലോ, ആൻസർ പറഞ്ഞല്ലോ. കിനാവാണ്. അതെ അതെ. ഒരിക്കലും പ്രസവിക്കാത്ത ആട്. അത് പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞോ? ഇനി നോക്കുന്നത് ഞാൻ നോക്കുന്നത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. പ്രധാനമന്ത്രി മരിച്ചപ്പോൾ കടകൾ അടച്ചത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഡോറ് കൈകൊണ്ട് മനസ്സിലായി. കഥ കൊണ്ട് കൈകൊണ്ടല്ലേ അടച്ചത്? കൈകൊണ്ട് താക്കോലുകൊണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ്. ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഏറ്റവും കൂടുതലുള്ള പനി. ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള പനി. ആരോടെ കോപ്പി അടിക്കണേ? പനിയാണോ? ആ അതാണ് റാപ്പിനിയ. സ്വന്തമായിട്ടൊന്നും ചിന്തിക്കരുത്. കമ്പനി. ആരാ പറഞ്ഞ? കമ്പനി. അത് മിനി കണ്ടുപിടിച്ചു സംഭവം. അതാണ്. അടിവെച്ച് കയറുന്ന ജോലി. ഇലക്ട്രിക് പോസ്റ്റ്മാൻ. ലൈൻമാൻ അല്ലെങ്കിൽ തെങ്ങ് കയറ്റം. അതാ ഞാൻ പറഞ്ഞ ഇലക്ട്രിക് പോസ്റ്റ്മാൻ. പോസ്റ്റ്മാൻ കാരണം. എങ്ങനെയുണ്ടായ മലയാളം വേണ്ട AI തന്നെ ഞാൻ കണ്ടുപിടിച്ച ചെയ്തതാ. AI കൊണ്ട് വീഡിയോ ഞാൻ തന്നെ ചെയ്തതാ. ഏത്? ജെമിനിയില് അല്ലേ? അത് ജെമിനിയുടെ കിട്ടുന്നില്ലല്ലോ. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായില്ല. അതല്ല, ഫ്രീ ആയിട്ടുള്ളത് കഴിഞ്ഞില്ലേ സംഭവം? അച്ചാർ വിൽക്കുന്നതല്ലേ? ആ നന്നായി. അതെ, എനിക്ക് മനസ്സിലായി. കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. യൂട്യൂബിൽ ചെയ്യാം. ചെറുതായിട്ട് വീഡിയോ യൂട്യൂബിൽ ചെയ്യാം. യൂട്യൂബിൽ ചെയ്ത ഫ്രീ ആയിട്ടാണ് യൂട്യൂബിൽ ചെയ്ത. പക്ഷെ ഫേസ്ബുക്കില് ഇപ്പൊ അത് അങ്ങനത്തെ ഇടുമ്പോ യൂട്യൂബ് എടുത്തിട്ട് അതില് പ്ലസ് ഉള്ളതില്ലേ? ഞാൻ പറഞ്ഞുതരാം, കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. യൂട്യൂബ് എടുക്കുക, എന്നിട്ട് അതില് ലാസ്റ്റ് പ്ലസ് എന്നുള്ളതില്ലേ? പ്ലസ് ടച്ച് ചെയ്യാം. അത് കഴിയുമ്പോ ഒരു ജെമിനിയുടെ ക്യാമറ വരും. ക്യാമറയില് ജെമിനിയുടെ ഒരു ചിഹ്നം വരും മുകളില്. അതെടുത്ത് കഴിയുമ്പോ നമുക്ക് ഫോട്ടോയുടെ ഇത് വരും. ഫോട്ടോ വീഡിയോ എന്നുള്ളത്. അതെടുത്ത് കഴിയുമ്പോ നമ്മുടെ ക്യാമറ വരും. മനസ്സിലായാ?
ഉം, ക്യാമറ വരുമ്പോ ക്യാമറയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ എടുക്കാം. ഉം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോമിറ്റ് കൊടുക്കാം അതെന്ത് വേണോന്ന്. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഇട്ട് നമുക്ക് ഇഷ്ടമുള്ളതായിട്ട് ഇപ്പൊ ഒരു പെണ്ണിന്റെ ഫോട്ടോ കൊടുത്തിട്ട് അമ്പലത്തിൽ പോണതായിട്ട് ഉം. ചെയ്തു തരാൻ പറഞ്ഞ അമ്പലത്തിൽ പോണതായിട്ട് ചെയ്തു തരും. ഓക്കെ. അപ്പൊ ചെയ്തു നോക്കട്ടാ. ചെയ്ത് നോക്കാം. താങ്ക് യു വിന. താങ്ക് യു. അതായത് ജെമിനി തന്നെയാണ് സംഭവം, പക്ഷെ യൂട്യൂബ് വഴി ഇത് കിട്ടുന്നുണ്ട് അല്ലേ? പക്ഷെ കുഞ്ഞതായിരിക്കുള്ളൂ, അധികം ഉണ്ടാവൂല. അതങ്ങനെ തന്നെയാണ്, 10 സെക്കൻഡ് തന്നെയല്ലേ വരുള്ളൂ. ഓക്കെ. കുഞ്ഞതായിരിക്കുള്ളൂ. പൈസ അപ്പൊ കൊടുക്കേണ്ടി വരുമോ പിന്നെ? ഇല്ല, പൈസ ഒന്നും കൊടുക്കണ്ട. അത് പേ വേർഷൻ അല്ലേ? അല്ലാത്രേ ഫ്രീ ആയിട്ടാണ്. ഫ്രീ ആണ്. കഴിഞ്ഞ മാഡം അധികം കൊടുക്കാൻ ചോദ്യോത്തരൊക്കെ കഴിഞ്ഞ പറ്റുമോ? എന്താ എന്താ പറഞ്ഞെ? വേറെ വല്ലതും പറ. പ്രശ്നോത്തരി അല്ല. കഴിഞ്ഞു. ഇനി എന്താ ആർക്കെങ്കിലും പറയാനുള്ളവര് ലാസ്റ്റ് പറയാൻ സമയമായല്ലോ, അപ്പൊ നീ അധികം നേരം നിർത്താൻ പാടില്ലല്ലോ. ഇനി ആർക്കെങ്കിലും പറയാനുള്ളവര് പെട്ടെന്ന് ഞാൻ എല്ലാവരും രണ്ട് വാക്ക് ഞാൻ പറയാം. ഞാൻ 2 വാക്ക് പറയാം. ഉം. അതായത് ഞാൻ ഒരു 18 വയസ്സിൽ ജീവിതം തുടങ്ങിയതാണ്. ആ പക്ഷെ 60ാമത്തെ വയസ്സിലാണ് ഞാനായി നിക്കണേ. അതെ. അതെന്ന് വെച്ചാ നമ്മുടെ കൈത്തൊഴിൽ നമ്മൾ ചെയ്തപ്പോഴാണ് നമ്മൾ നമ്മളായിട്ട് വരുന്നത്. അതേവരെ നമ്മളൊരു വീട്ടില് ഒരു അടിമത്തത്തിൽ നിൽക്കുകയായിരുന്നു. അതെ. അപ്പൊ എനിക്ക് തോന്നിയത് നമുക്ക് വളരാൻ പ്രായം ഒരു തടസ്സമല്ല. വെരി ഗുഡ്. നമ്മുടെ കഴിവ് പുറത്തേക്ക് വരാനുള്ള കഴിവാണ് കഴിവ് നമുക്ക് പുറത്തേക്ക് എടുക്കാനുള്ള ധൈര്യം കിട്ടിയാൽ നമ്മൾ എവിടെയെങ്കിലും എത്തും. ഉം. ഞാനിപ്പോ വിചാരിച്ചാലേ ഈ 60 വയസ്സെന്നുള്ളത് ഒരു 10 വർഷം കൂടി നീട്ടി കിട്ടിയാ എനിക്ക് എവിടെയെങ്കിലും എത്താലോ എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് ഈ ബുദ്ധി മുന്നേ തോന്നിയെങ്കിൽ ഞാൻ എവിടെയെങ്കിലും എത്തിയാനല്ലേ എന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോഴാണ് തോന്നിയത്, അതിപ്പോ കൊച്ചേച്ചില് വന്നപ്പോ ഇത്രയും കൂടി ധൈര്യം കിട്ടി, കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഫോണില് വാട്സപ്പ് മാത്രം എടുക്കാൻ അറിയാൻ ഞാൻ ഇപ്പൊ കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തു. എനിക്കപ്പോ അത് വളരെയധികം സന്തോഷമുണ്ട് അതില്. നിങ്ങള് സൂപ്പറാണ്. അതായത് ഇപ്പൊ മുൻപേ തുടങ്ങായിരുന്നു എന്ന് പറഞ്ഞില്ലേ, പക്ഷെ അങ്ങനെയല്ല. ഇപ്പോഴാണ് ഈ കാലഘട്ടത്തിലാണ് നിങ്ങൾക്കൊക്കെ ഇതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയത്, കോവിഡ് കഴിഞ്ഞതിന് ശേഷം. അപ്പൊ അതെ. വൈകിട്ടില്ല. 10 വർഷം മുമ്പ് ചിലപ്പോൾ നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്താലും ഇതുപോലെയൊന്നും ആവുമായിരുന്നില്ല. അപ്പൊ ഇപ്പൊ കിട്ടിയ ഓപ്പർച്യൂണിറ്റി, പ്രായം എന്ന് പറയുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് അതെ, ഒരിക്കലും ശരീരത്തിന് പ്രായം വന്നോട്ടെ, മനസ്സിന് ഒരിക്കലും വരരുത്. ഹെൽത്ത് മനസ്സിന് ശ്രദ്ധിക്കുക. ഒരിക്കലും, മനസ്സിൽ എപ്പോഴും നമ്മളൊരു 18 വയസ്സിൽ തന്നെ നിൽക്കുക. പ്രായം ശരീരത്തിന് വന്നോട്ടെ, പല്ല് പൊക്കോട്ടെ, മുടി തെറിച്ചോട്ടെ, തൊലിയൊക്കെ ചൊറിഞ്ഞോട്ടെ, അപ്പോൾ നമ്മൾ ധൈര്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു രോഗം നമ്മൾ അടുക്കൂല്ല, നമുക്കൊരു ക്ഷീണം വരൂല്ല. ഞാൻ എപ്പോഴും വിചാരിക്കും, പിള്ളേരോട് പറയും, ഞാൻ ഒരു 20 കൊല്ലം കഴിഞ്ഞ് ഞാൻ സ്റ്റഡി ആയിട്ട് ഞാൻ പോകുള്ളത് എപ്പോഴും പറയുന്നത്. ആഗ്രഹങ്ങൾ പലതുണ്ടാവും. മല പോലെ ആഗ്രഹിച്ചാലും കുന്നോലെ ആഗ്രഹിച്ചാലും കുന്തുമണിയോളം കിട്ടുള്ളൂ എന്നാ പറഞ്ഞേക്കണേ. നല്ലൊരു മെസ്സേജ്. അതെ. അപ്പൊ നമ്മളെ ഒരിക്കലും തളരരുത്. പ്രായം നമ്മുടെ ശരീരത്തിന് വന്നോട്ടെ, എന്നും അത് ശ്രദ്ധിക്കരുത്. 18 വയസ്സിൽ നിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക. അത്രേ ഞാൻ വിചാരിക്കുന്നത്. തളരരുത്. തളരില്ല എന്ന് വെച്ചാലും തളർത്താനായിട്ട് ഒത്തിരി ആൾക്കാരുണ്ടെങ്കിലോ നമ്മൾ ആ ഭാഗം നോക്കരുത്. നമ്മള് നേരെ നോക്കുക. കുതിരയ്ക്ക് കണ്ണ് കെട്ടിയ പോലെ ഇങ്ങനെ 2 സൈഡും വേറെ എവിടെയും നോക്കരുത്. നമ്മുടെ പ്രോപ്പർട്ടി എന്താ, അതിലേക്ക് തന്നെ നോക്കി നമ്മളെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുപോകും. ഓരോ ദിവസം ഓരോന്ന് പ്രത്യേകിച്ച് എടുക്കുക. ഇന്നലെ ചെയ്തതല്ലേ ഇന്ന് ചെയ്യാൻ പാടുള്ളൂ. ഇന്ന് അതിൽ ഇത്തിരി കൂടി മാറ്റം വരുത്തുക. അപ്പോഴാണ് നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം തോന്നുക. ഇടയ്ക്കിട്ട് തട്ടിക്കൊടുക്കുക, നീ ബെസ്റ്റാടാന്ന് പറയുക. അപ്പോൾ നമ്മൾ ഉയരങ്ങളിൽ എത്തും. കണ്ണാടിയിൽ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ഐ ആം ദി ബെസ്റ്റ്, ഐ ആം ബ്യൂട്ടിഫുൾ എന്ന് പറയണമെന്നാ പറയുന്നത്. അതെ. അങ്ങനെ വരുമ്പോൾ സെൽഫ് അപ്പൊ കോൺഫിഡൻസ് എനിക്കതില് സന്തോഷമുണ്ട്, ഇവിടെ വന്നതിലും ഇതിന് പങ്കുപറ്റതിലും. പിന്നെ ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ഇത്ര ആൾക്കാരോട് സംസാരിക്കാൻ പറ്റി. അപ്പൊ അത് ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ വേറൊരു സപ്പോർട്ട് ഇല്ലെങ്കിലും ഇവിടെ കുറെ ആൾക്കാരുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടെന്നുള്ളൊരു ധൈര്യം. പിന്നെ ഞാൻ തമിഴ് പഠിച്ച ആളെ 10 വരെ, മലയാളത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതും എനിക്കൊരു സന്തോഷമാണ്. അങ്ങനെ അപ്പൊ എനിക്കത് പറയാനുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു വേദി എനിക്ക് വളരെയധികം കൊച്ചേച്ചിനെ കണ്ടുമുട്ടിയത് അതിലും സന്തോഷമാണ്. ഇത്ര കൂട്ടുകാരികളെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഇത്രയും ഏജ് വരും, ഒരു 60 മുകളിലുള്ള ആൾക്കാരെ ഇതിലേക്ക് ധൈര്യമായിട്ട് എടുത്ത് വന്ന് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിനാണ് നിങ്ങളെയൊക്കെ. ഒന്നുമല്ല. അതായത് ഞങ്ങളുടെ തലമുറ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഞാൻ താഴ്ന്നതാണ്, ഒരു 10 വയസ്സ് താഴ്ന്നു വിചാരിക്കും. അപ്പൊ നിങ്ങൾ ചെറുപ്പക്കാരുണ്ട്,
അവരെ എന്നല്ല, നിങ്ങളെയാണ് ശരിക്കും ഞാൻ ബഹുമാനിക്കുന്നത്. കാരണം ഇപ്പൊ കോമള മാഡം സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് എത്ര ഓൺലൈൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ എനിക്ക് പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് വന്ന ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അതാണ്. ഓക്കെ, ഇനി കോമള മാഡത്തിന് എന്താ പറയാനുള്ളത്? മിണ്ടാതിരിക്കുകയാണല്ലോ, ഒന്ന് പറയൂ. എന്താ കുഞ്ഞൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ആദ്യമായിട്ട് ഇപ്പൊ ഞാൻ ഇന്ന് വന്നിട്ട് ഒരു പാട്ടാണ് ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ട് എന്താ ഇപ്പൊ പറയാനുള്ളത് ഒരു പ്രത്യേകിച്ച്? തുടക്കം. മാഡം എന്താ ചെയ്യുന്നത്? ഏ മാഡം എന്താ ചെയ്യുന്നത്? എന്താണ്? ഞാൻ പ്രോഡക്റ്റുകൾ പിക്കിളാണോ? കടകൾക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. പിക്കിളാ? ആ പിക്കുണ്ട്, പൊടികളുണ്ട്, ചമ്മന്തി കുറെ പൊടിയുണ്ട്. വർഷങ്ങളായിട്ട് ചെയ്യുന്ന ആളാ. അതെ, ആഹാ. 10 ഇപ്പൊ ഇന്ന് ഓണച്ചന്തയിലൊക്കെ കൊണ്ടുകൊടുത്തു, ഇന്നലെ കൊണ്ടുകൊടുത്തു, ഞാനും കൊണ്ട് കൊടുത്തു ഓണച്ചന്തയ്ക്ക്. രണ്ട് സ്ഥലത്ത് കൊണ്ടുകൊടുത്തു. 2 സ്ഥലത്ത് കൊടുത്തു. അതിന്റെ തിരക്കായിരുന്നു. ഇപ്പൊ ഒന്നും കൂടെ ഒതുങ്ങി. ഇനിയിപ്പോ 2 തുണി കൊണ്ടുവരാൻ പോണം. 2 കിലോ പിക്കിള് ഞാൻ വേണം. ഇന്നലെ ഉറങ്ങിയിട്ടില്ലേ, 12 കഴിഞ്ഞിട്ട് കിടന്നത്. 5 മണി ആകുമ്പോഴേക്കും ആരോടാ പാക്കേജ് ഉണ്ട്. പറയണേ? അതാണ്. 2 ഹലോ, കിലോ പിക്കിൾ വേണമെന്ന്. ഹലോ എനിക്ക് വിജിതയുടെ കുട്ടി. ഹലോ. ആരാ ആരാ ഡാൻസ് പറഞ്ഞ? കളിച്ച ശ്രീലത. എന്താ? ഡാൻസ് ശ്രീലത. കളിച്ച കുട്ടിയല്ലേ? ഡാൻസ് കളിച്ച കുട്ടി. ഹലോ പറയൂ. പേരെന്താ? പേര് പറ. ഇതാരത്? അച്ഛമ്മയുടെ ശബ്ദം കേട്ടപ്പോഴേ ഇവിടെ എന്താ അങ്ങനെ. ശരി. അത് വന്നിട്ടില്ല. ഉം, ഉം. നല്ല കളിയായിരുന്നു. ഉള്ള കളിയിട്ടാ, അടിപൊളിയായി കളി. മറ്റേ ആളോ? ഇത് രണ്ടാമത്തെ ആളല്ലേ? ചെറുത്. മൂത്താളുണ്ട് അവിടെ. ഹലോ. നല്ല നല്ല അടിപൊളി കളിയായിരുന്നു ഡാൻസ് കേട്ടോ. ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു രണ്ടാളുടെ. മൂത്തത് അവിടെ മൂത്തത് അച്ഛമ്മ ഞങ്ങളുടെ ദേവുട്ടിയെ. സ്റ്റുഡന്റ് ആണ് കേട്ടോ. അച്ഛമ്മ പഠിക്കുന്ന ക്ലാസ് ആണ് ഇത്. അച്ഛമ്മ പഠിക്കുന്ന സ്കൂളാണ്. കൊച്ചേച്ചി സ്കൂള്. ഓക്കെ. രണ്ട് ഇനി അച്ഛമ്മമാരാ കേട്ടോ. ഇവിടെ ഒത്തിരി അച്ഛമ്മമാരുണ്ട്. അതൊക്കെമാരുണ്ട്. പറയൂ ഇനി. ബീന, ശ്രീജ, രണ്ടുപേരും മിണ്ടാതിരിക്കണേ. ബീന ഒന്ന് പറയൂ. എനിക്ക് പറയാനുള്ള ഓണത്തിനെ പറ്റിയിട്ടാണോ ഞാൻ പറയേണ്ടത്? എന്ത് വേണമെങ്കിൽ പറയാം. ഓണം എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിന്റെ അങ്ങനെ സ്കൂളില് പ്രസംഗിക്കുന്ന പോലെയല്ല കേട്ടോ ഉദ്ദേശിച്ചത്. നമ്മുടെ എല്ലാവർക്കും ദേശീയോത്സവം ഫുഡ് അതല്ല. നമുക്കൊരു കാര്യം ചെയ്യാം. പറഞ്ഞോളൂ. മേഡത്തിനെ കുറിച്ച് ശരി. പറയാം. പെട്ടെന്ന് പറഞ്ഞോളൂ. ഇതിലേക്ക് വന്ന പിന്നെ ഞങ്ങൾക്കൊക്കെ വളരെയധികം മാറ്റം വന്നു. പിന്നെ മഴ മഴ ഇത്രയും ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റി. എന്താ വെച്ചാൽ പല ജില്ലകളിലുള്ള ആൾക്കാര്. അപ്പൊ അവരെയൊക്കെ കാണാൻ പറ്റിയതിൽ വളരെയധികം. ഇപ്പൊ ഇന്നാണ് ഞാൻ ഇത്രയും ആൾക്കാർ ഇതിലുണ്ടെന്ന് അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് ഇപ്പൊ ഒരു വിധ ആൾക്കാർ വന്നത്. അപ്പൊ ഒത്തിരി പേരെ കാണാൻ പറ്റി. ഇനി വരാത്തവരുണ്ട്. ഇതില് ഷീബൊക്കെ വരാന്ന് പറഞ്ഞിരുന്നു. ഷീബ, പിന്നെ സുമി കുറെ നാളായിട്ട് വരുന്നില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതില് വന്നത് പിന്നെ കുറച്ച് ചേച്ചിമാർ, അനിയത്തിമാരെ കിട്ടി. ഞാൻ വീട്ടില് ഒരു മകളാണ്. അപ്പൊ പിന്നെ എനിക്ക് ഇത്ര പേരെ കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം. അതിനൊക്കെ രജനി മാഡത്തിനോടാണ് നന്ദി പറയുന്നത്. എന്താ വെച്ചാൽ ഇത്രയും പേരെ നമുക്ക് തന്നല്ല. എന്റെ ഡൗട്ട് യോഗം. അപ്പൊ അവര് പിന്നെ സമയമില്ലെങ്കിൽ പോലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തന്നെ വലിയൊരു സന്തോഷം. ഞാൻ അതാണ് വീണ്ടും വീണ്ടും പറയുന്നത്. നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ പരസ്പരം സപ്പോർട്ട് ചെയ്ത് വളരണം. ഓക്കെ. ബീനയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ എന്റെ കല്യാണത്തിന് മുൻപ് ഞാൻ ചെയ്തിരുന്ന ഒരു തൊഴിൽ പിന്നീട് അത് ഒട്ടുമില്ലാതെ ആയിട്ട് പിന്നെ ഇപ്പൊ തുടങ്ങിയേക്കണതാണ്. വീട്ടിലെന്ന് പറഞ്ഞാൽ അങ്ങനെ തുടങ്ങിയതല്ല. എന്റെ അമ്മച്ചിന്റെ കൂടെ ഇങ്ങനെ ചെയ്ത് അടിച്ച ഒരു കാര്യം ഇന്നിപ്പോ ഞാൻ എന്റെ പ്രൊഫഷനായിട്ട് എടുത്ത് അത് ഇപ്പൊ ജീവിതത്തിലാക്കിയെടുത്ത് എന്റെ ബ്രാൻഡാക്കി എടുത്ത് അത് ഇവിടെ വന്നതിൽ പിന്നെ എനിക്ക് അതിന് കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്യാനും പിന്നെ ഇതിലൂടെ പഠിച്ച് ഇത്രയും പേരെ പഠിക്കാനും ഇത്രയും പേരെ ഒരുമിച്ച് ഒരു കൂട്ടായ്മയിലോട്ട് നമുക്ക് എല്ലാവർക്കും വരാനുള്ള ഒരു
അതും നമുക്ക് കിട്ടിയതിന് നന്ദി പറഞ്ഞു. എനിക്ക് ബീനേനെ ഓർത്ത് ഒരുപാട് അഭിമാനം ഉണ്ടായിരുന്നു. നമ്മള് സ്റ്റാർട്ടിങ്ങിൽ സംസാരിച്ചപ്പോഴേ ഉള്ള ആ ബീനയല്ല, പെട്ടെന്നാണ് മാറിയത്. ഓക്കെ. പിന്നെ എന്താണെന്ന് വെച്ചാ ഓണം എനിക്ക് എന്നും ഒരു ചിങ്ങം എന്ന് പറയുമ്പോ ഒരു സങ്കടമുള്ള മാസവും. ആ എന്റെ ഹസ്ബൻഡ് മരിച്ച ചിങ്ങം 1-ാം തീയതി. അപ്പൊ എനിക്ക് ഓണം എന്നും അതിനുശേഷം ഒറ്റപ്പെട്ടു പോയി അങ്ങനെ ഒരു. അല്ല, ഓണം എന്ന് പറയുമ്പോഴും എന്തൊരാഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ എന്റെ വീട്ടില് കെട്ടിച്ച വീട്ടില് ഒരുപാട് പിള്ളേരും എല്ലാവരും വന്ന് എല്ലാ കാര്യവും എഴുതി വാങ്ങിച്ച് പഠിപ്പിക്കണ ഒരു ഇതായിരുന്നു എന്റെ വീട്. അതോടുകൂടി വെറുതെ ശൂന്യമായിപ്പോയി. എന്റെ ഹസ്ബൻഡ് എല്ലാത്തിനും എന്ത് ഇതിനാണെങ്കിലും എഴുതി കൊടുക്കുന്ന ഒരു ഇതായിരുന്നു. പ്രോഫിറ്റ് നമുക്ക് കൊടുത്താൽ മാത്രം മതി, അതെന്ത് ആണ് എങ്ങനെ വേണമെന്ന് എഴുതി കൊടുക്കുവാൻ അത് പഠിപ്പിക്കാൻ കൂടി ചെയ്യണതായിരുന്നു. മേക്കപ്പും ചെയ്യുമായിരുന്നു. അപ്പൊ എല്ലാവരും ഈ ഓണത്തിന് വീട്ടിൽ വരുന്നതാണ് മേക്കപ്പ് ചെയ്ത് ഡ്രസ് ചെയ്തൊക്കെ പോണത്. അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിപ്പോയി. അങ്ങനെയുള്ള കുറെ ഓർമ്മകൾ ഉള്ളത് കൊണ്ട് ഒരു വിഷമാണ് പ്രത്യേകിച്ച്. ഇതിന് മാത്രമല്ല, ഒരു ശിശുദിനം വന്നാൽ പോലും എന്റെ വീട്ടിൽ ഒരുപാട് പിള്ളേരുണ്ടാവും. അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും വെച്ചു കൊടുത്ത് മേക്കപ്പ് ചെയ്ത് കോമ്പറ്റീഷന് പറഞ്ഞെടുക്കണ ഒരു വീടായിരുന്നു. ആ ഒരു സാഹചര്യത്തില് എനിക്ക് പിന്നെ ആള് എന്താണ് വർക്ക് ചെയ്തിരുന്നത് അപ്പൊ? ആർട്ടിസ്റ്റ് ആയിരുന്നു. ആർട്ടിസ്റ്റുമായിരുന്നു. ആർട്ടിസ്റ്റിന് ആർട്ടിക്ക് PhD എടുത്തതായിരുന്നു. അപ്പൊ എല്ലാം കൊണ്ടും നല്ല എല്ലാ കഴിവും തികഞ്ഞതായിരുന്നു. പാടില്ല, അത് മാത്രം ഇല്ലാതെ ഉള്ളു, ബാക്കി എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടെല്ലാം ഓർമ്മ മാത്രം. കുറെ പേരുടെ എനിക്കറിയാം, നമ്മുടെ ഈ കൊച്ചി ഫാമിലിയിലുള്ള കുറെ പേർക്ക് അങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങളുള്ള ആളുകളുണ്ട്. അപ്പൊ നമുക്ക് ആഘോഷിക്കാൻ സത്യം പറയാലോ, എല്ലാവരും ആഘോഷിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും ആഘോഷിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇരിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി നല്ലത് പ്രാർത്ഥിക്കാന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ ബീനയുടെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ. ഓക്കെ. അപ്പം അതുപോലെ ശ്രീലത മാം, അവരും നഷ്ടത്തിലിരിക്കുന്ന ഒരാളാണ്. സുനി, അപ്പൊ അവരൊക്കെ അനുഭവിക്കുന്നത് നമുക്കറിയാം. അവരൊക്കെ മുഖത്ത് ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളില് ഒരുപാട് വിഷമം ഉണ്ട്. അപ്പൊ നമ്മള് എന്താ പറയാ, നമ്മുടെ സപ്പോർട്ട് അവർക്ക് ഉണ്ടാവുക. മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ക്ലാസ്സിൽ വരൂ, ക്ലാസ്സിൽ ആക്റ്റീവായിട്ട് ഇരിക്കുക. അപ്പൊ എന്തെങ്കിലും പുതിയതായിട്ട് നമ്മൾ ചെയ്യുമ്പോഴല്ലേ നമുക്ക് അതൊന്ന് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. പഴയ ഓർമ്മകൾ എന്തായാലും നമുക്ക് ഉണ്ടാവും, പോവില്ല. പക്ഷെ ഓരോ ദിവസം ജീവിക്കണമെങ്കിൽ പുതിയ എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ പുതിയതായിട്ട് പഴയതിനെ മറികടക്കാൻ വേണ്ടി പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം. ഓക്കെ. അപ്പോ എല്ലാവർക്കും ഉണ്ട് നഷ്ടങ്ങളും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനെ മറികടക്കുക, അതിനുള്ള കരുത്ത് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെന്താ, ഇനി ആർക്കാ എന്തെങ്കിലും പറയാനുള്ളത്? സജിന പറഞ്ഞില്ലല്ലോ, ബാക്കി എല്ലാവരും ഏകദേശം ഒരു പാർട്ടിസിപ്പേഷനായി. സജിന പറഞ്ഞോളൂ. എനിക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ ഭവാനി മാം പറഞ്ഞ പോലെ, ഭവാനി മാം അല്ലേ പറഞ്ഞത് കോട്ടയത്തേക്ക് എന്നതിന് ശേഷം ഓണം. ഞാനൊക്കെ ഏതാണ്ട് കോട്ടയം സ്റ്റൈൽ ഓണമാണ് ഇപ്പം. അന്നത്തെ ദിവസം നല്ലൊരു സദ്യ കഴിക്കുക, നല്ലൊരു അയൽവക്കക്കാരൊക്കെ നല്ല നല്ല പായസങ്ങൾ കൊണ്ട് തരും. അതിന്റെ സന്തോഷത്തിൽ ഓണം വരുമ്പോ പായസം കിട്ടണേ നോക്കിയിരിക്കും. കൊതിയാണല്ലേ സജന? പായസത്തിന് ഭയങ്കര കൊതിയാണല്ലേ? സത്യം. അത് അത്ര നന്നാവേ ഇല്ല ഞങ്ങൾ ആരും ഉണ്ടാക്കിയാൽ. അതിലേക്ക് എന്തായാലും ഞാൻ പായസം വെച്ച് അയച്ചു തരും സജന. ആരവണ പായസം ഞാൻ കൊറിയർ ചാർജ് ഒന്ന് കുറഞ്ഞോട്ടെ വെച്ചിട്ടാ. അരവണ പായസം കേട്ടോ, വെച്ച് അരക്കാൻ പറ്റില്ല. പായസം വെച്ചാൽ നല്ല നമ്മളുണ്ടാക്കണ തേങ്ങാപ്പാലിനകത്ത് ചക്കരയൊക്കെ ചേർത്തുണ്ടാക്കുന്നത് അയച്ച് കേടായി പോകും.
അതൊക്കെയാണ് ഞങ്ങളുടെ ഓണത്തിന്റെ ഓ രസങ്ങൾ. നമ്മടെ നാട്ടോട്ടെ ഓ സീക കേട്ടില്ല അക്ക. ആ സജന പറയൂ. ഓ ആ അല്ല ഞാൻ പറഞ്ഞു ഞങ്ങക്ക് ഓണം അത്രയൊക്കെയാണ്. ഈ അയൽവക്കക്കാരുടെ ഒരു ഇതില് ഭയങ്കര സന്തോഷിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. ആ അതന്നെ അതന്നെ. അതാണ് ശരിക്കും. പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലോ. നമ്മുടെ ഓണം ഉണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ ഓണാവും. റംസാൻ ഓണം ഉണ്ടെങ്കിൽ അതന്നെ എല്ലാവരുടെ സത്യം. വീട്ടിലും ഞാന് റംസാൻ. ബാക്കി കറികളൊക്കെ ഉണ്ടാക്കും, ആ പായസം നോക്കി ഇങ്ങനെ ഇരിക്കും. ആ പായസം അവിടെ അതെ വരും. അതന്നെ. പിന്നെ നല്ല കാര്യം, നല്ല കാര്യം. എല്ലാ മതക്കാരും ഓണം ഒരുപോലെ ആഘോഷിക്കും. അതെ അതെ എല്ലാവരും അതാ സത്യം. അങ്ങനെയുള്ള ഒരു വിശ്വാസ. എല്ലാവരും ഓണം എന്ന് പറയുമ്പോ അതിൻ്റെതായ അഭിമാനവും സ്നേഹവും അതെ 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 സഹോദരവും. സത്യം. അതെ അതെ ഒരു വർണ്ണശബളമായ ഒരു അതെ ദിവസങ്ങളായിട്ട് ഇതൊക്കെ. അങ്ങനെ മൊത്തത്തില് എല്ലാവരും ഒരു ആഘോഷവും നിരത്തിലേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കര തിക്കും തിരക്കും. നമുക്ക് മണി 10 റോട്ടിൽ കൂടെ പോകാൻ മേല. റോട്ടിൽ കൂടെ പോകുന്ന മുഴുവൻ ട്രാഫിക് ജാമാ. ഞാൻ ഇന്ന് ഞങ്ങൾക്ക് ഈ ചന്തയുടെ ഉദ്ഘാടനമായിരുന്നു, ഓണച്ചന്തയുടെ. എന്നെ വിളിച്ചായിരുന്നു. ഞാൻ കർഷക ഇതില് അവാർഡ് കിട്ടിയ കാരണം കൊണ്ട് എന്നെ കൃഷി ഭവനിൽ വിളിച്ചു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഉദ്ഘാടനമൊക്കെ ചെയ്ത്. നല്ല രസമായിരുന്നു. അന്നൊക്കെ അത്രയുണ്ടല്ലോ, തിരിച്ചു വരാനൊന്നും പറ്റുന്നില്ല, അതുപോലെ തിരക്കാ. അതുപോലെ തിരക്കാ, എന്തൊരു തിരക്കാണ്. ഭയങ്കര തിരക്കാ. ആൾക്കാർ ഇന്നു മുതൽ തിരക്കായി. ഇനിയിപ്പോ 4 ദിവസം എന്തിനു വേണ്ടിയാന്ന് അറിഞ്ഞൂടാ. ആൾക്കാർ അങ്ങ് തിരക്ക് കൂട്ടി. വണ്ടികള് എല്ലാ വീട്ടിലും ഉണ്ടല്ലോ, കാറും ഒക്കെ അതെ ബൈക്കും അതെ ഒക്കെ. അതെ. ഇത് കാരണം കൊണ്ട് മൊത്തം റോഡ് മുഴുവൻ വണ്ടിയാ. അങ്ങനെയാ. അതെ. നമുക്ക് എന്നാ നിർത്താം. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ. നമ്മള് തിങ്കളാഴ്ച ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഓണത്തിന്റെ ബ്രേക്ക് 2 ദിവസം കേട്ടോ. 2 ദിവസം മാത്രം. നാളെ എന്നതാ പറഞ്ഞത്? നാളെ ഇല്ലല്ലോ, നാളെ സൺഡേ അല്ലേ. സൺഡേ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നൈറ്റ്. ഓണാശംസകൾ. ആശംസകൾ. ആശംസകൾ. ഓക്കെ. ബൈ ബൈ. അപ്പൊ എല്ലാവരും സെറ്റ് മുണ്ട് എടുത്തിട്ട് ഒരു സാരി ഉണ്ടോ എടുത്തിട്ട് ഒരു ഫോട്ടോ അയച്ചു തരണം കേട്ടോ. പെരുമാറ്റം തിങ്കളാഴ്ച.